ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്ന് FSSAയുടെ ആദ്യത്തെ ക്ലാസ്സാണ്. കുറച്ച് ടോപ്പിക്സ് വെച്ചിട്ടായിരിക്കും ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ. അതുകൊണ്ട് മിസ്സാവാതെ ഡെയിലി കാണുക. അല്ലെങ്കിൽ ലാസ്റ്റിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാമെന്ന് നടക്കുന്ന കാര്യമല്ല. ഡെയിലി കുറച്ച് നമുക്ക് പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും, ഓർമ്മ നിൽക്കുകയും ചെയ്യും. FSSAയുടെ ഫുൾ ഫോം അറിയാമല്ലോ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ദി ഇന്ത്യ. അപ്പോൾ ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ചെയ്തിട്ട് കുറച്ച് ആക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ആക്റ്റുകളൊക്കെ എന്തിനായിരിക്കും? അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു കൺസോളിഡേറ്റ് മൾട്ടിപ്പിൾ ലോസ് ആൻഡ് എസ്റ്റാബ്ലിഷ് സിംഗിൾ പോയിൻറ്റ് റെഫറൻസ് സിസ്റ്റം. അതായത് FSSA ആക്ട് വരുന്നതിന് മുമ്പ് കുറേ ആക്റ്റുകളുണ്ടായിരുന്നു, ഓരോ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട്. അപ്പോൾ അതിനെയെല്ലാം കൂടി ഒരുമിച്ച് ഒരു കുടക്കീഴിലാക്കി. നെക്സ്റ്റ്, ടു റെഗുലേറ്റ് ദി മാനുഫാക്ചർ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. അതായത് ഫുഡിൻ്റെ മാനുഫാക്ചറും സ്റ്റോറേജും ഡിസ്ട്രിബ്യൂഷനും സെയിലും ഇമ്പോർട്ടും അതിനെയെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ടു എൻഷുർ അവൈലബിലിറ്റി ഓഫ് സേഫ് ആൻഡ് ഹോൾസം ഫുഡ് ഫോർ ദി ഹ്യൂമൻ കൺസപ്ഷൻ. അതായത് ഏറ്റവും പ്രധാനം എന്താണ്? അത് കഴിക്കുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വമാണ്. അപ്പോൾ അത് ഉറപ്പാക്കുക എന്നുള്ളതാണ് FSSAയുടെയും FSA ആക്ടിൻ്റെയും പ്രധാന ലക്ഷ്യം. ഇനി ഈ ഓരോ ഡേറ്റ്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. FSSA എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റാണ് സെപ്റ്റംബർ 5, 2008. ഏത് സെക്ഷൻ പ്രകാരമായിരുന്നു? അണ്ടർ ദി സെക്ഷൻ ഓഫ് 4th ഓഫ് ദി ആക്ട്. അതുപോലെ FSSA എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്, അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, റീത്ത തിയോഷിയാണ് ചെയർപേഴ്സൺ. CEO അരുൺ സിംഗാളാണ്. ഹെഡ് ക്വാർട്ടർ ഡൽഹിയാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് കാര്യങ്ങളാണ്. FSSA എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫോമർ യൂണിയൻ മിനിസ്റ്റർ. അതായത് ആദ്യമായിട്ട് FSSA ഫോം ചെയ്തപ്പോൾ ആരായിരുന്നു നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ? അൻപുമണി രാംദാസ് ആയിരുന്നു. ഇപ്പോഴത്തെ കേരള ഫുഡ് സേഫ്റ്റി കമ്മീഷണർ അജയ് കുമാർ AR IAS ആണ്. FSSA എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. The chairperson and the CEO of the Food Safety Standards Authority of India have been appointed by Government of India. അതായത് അരുൺ സിംഗാളും റിത്ത തിയോഷിയും ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗവൺമെൻറ്റാണ് അവർക്ക് അപ്പോയിൻമെൻറ്റ് നൽകുന്നത്. ഇനി FSSAയിൽ ആരൊക്കെ ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ടോട്ടൽ 23 മെമ്പേഴ്സാണുള്ളത്. അതായത് ഒരു ചെയർപേഴ്സണും 22 മെമ്പേഴ്സുമാണ് ഉള്ളത്. ഈ 22 മെമ്പേഴ്സിൽ 1/3 ലേഡീസ് ആയിരിക്കണം. അതിൽ തന്നെ 7 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കണം. ആ 7 മെമ്പേഴ്സ് എന്ന് പറയുമ്പം അഗ്രികൾച്ചർ, കൊമേഴ്സ്, കൺസ്യൂമർ അഫെയർസ്, ഫുഡ് പ്രോസസ്സിംഗ്, ഹെൽത്ത്, ലെജിസ്ലേറ്റീവ് അഫെയർസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നീ ഫീൽഡിൽ നിന്നുള്ള 7 മെമ്പേഴ്സ് ആയിരിക്കണം. ബാക്കി 15 പേര് 2 ഫ്രം ദി ഫുഡ് ഇൻഡസ്ട്രി ആൻഡ് 2 ഫ്രം ദി കൺസ്യൂമർ ഓർഗനൈസേഷൻ. 3 മെമ്പേഴ്സ് ഫുഡ് ടെക്നോളജിസ്റ്റുകളായിരിക്കണം. 5 മെമ്പേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദി റൊട്ടേഷൻ എവരി 3 years. അതായത് ഫസ്റ്റ് ഷെഡ്യൂൾ പ്രകാരമുള്ള 5 മെമ്പേഴ്സ് ഉണ്ടാകും. പിന്നെ 2 ഫ്രം ദി ഫാർമർ ഓർഗനൈസേഷൻ ആൻഡ് 1 ഫ്രം ദി റീറ്റെയിൽ ഓർഗനൈസേഷൻ. FSSAയ്ക്ക് 5 റീജിയൻസ് ആണുള്ളത്. അതിൽ നോർത്തേൺ റീജിയനിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് ഉൾപ്പെടുന്ന ന്യൂഡൽഹി വരുന്നത്. ഈസ്റ്റേൺ റീജിയനിലാണ് കൊൽക്കത്ത വരുന്നത്. നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ വരുന്നതാണ് ഗുവാഹട്ടി. വെസ്റ്റേൺ റീജിയനിൽ വരുന്നത് മുംബൈയും സദേൺ റീജിയനിൽ വരുന്നതാണ് കൊച്ചിനും ചെന്നൈയും. ഇനി FSSA നോട്ടിഫൈഡ് ലാബുകൾ എത്ര ഉണ്ടെന്ന് നോക്കാം. അതിൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേറ്റിംഗ് ലാബുകളിൽ വരുന്നത് 112 എണ്ണമാണ്. സ്റ്റേറ്റ് ലാബ്സിൽ വരുന്നത് 72ഉം റെഫറൽ ലാബിൽ വരുന്നത് 14 എണ്ണമാണ്. അടുത്തത് FSSAയുടെ കറണ്ട് അഫെയർസ് ആണ്. അതായത് ഇപ്പോൾ ഈ COVID-19 വന്നതിന് ശേഷം അവരൊരു ബുക്ക് ഇറക്കിയിരുന്നു. അതാണ് ഈറ്റ് റൈറ്റ് ഡ്യൂറിങ് COVID-19. ദിസ് ബുക്ക് ഹൈലൈറ്റ്സ് ഓൺ സേഫ് ഫുഡ് പ്രാക്ടീസസ് ദാറ്റ് ആർ ടു ബി ഫോളോഡ്. ഏതൊക്കെ ഫുഡ് എങ്ങനെയൊക്കെ കഴിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഈറ്റ് റൈറ്റ് ഡ്യൂറിങ് COVID-19 ഉള്ളത്. അതുപോലെ ദ ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് വാസ് റിലീസ്ഡ് ഓൺ ദി വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ അണ്ടർ ദി തീം. അതായത് ഒരു ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ഈസ് എവരി വൺ ബിസിനസ്. അതിപ്പം കറണ്ട് അഫെയർ ആണ്, അത് ഓർത്ത് വയ്ക്കുക. ഇനി FSSAയുടെ മറ്റ് ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാർട്ട് അറ്റാക്ക് റിവൈൻ. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് മാസ് മീഡിയ ക്യാമ്പയിൻ ഓഫ് FSSA. ഇതിൻ്റെ പ്രധാന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എലിമിനേറ്റിംഗ് ദി ട്രാൻസ് ഫാറ്റ് ഇൻ ഇന്ത്യ ബൈ ദി ഇയർ 2022. നെക്സ്റ്റ് FSSA
ഷിഫ്റ്റ്സ്. It is a collaboration between FSSAI and CIE-HUL initiative on the food safety science to promote collaborations between industry, scientific community, academics, etc. നെക്സ്റ്റ് സ്വസ്ഥ് ഭാരത് യാത്ര, അതായത് ഈറ്റ് റൈറ്റ് ഇന്ത്യ, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സ്വസ്ഥ് ഭാരത് യാത്ര. ഇനി FSSAI ഹാസ് പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദി ഫോളോയിങ് ഫുഡ് പ്രോഡക്ട്സ്. ഏതൊക്കെ ഫുഡ് പ്രോഡക്ട്സാണ് അവർ പ്രധാനമായിട്ടും സ്റ്റാൻഡേർഡ്സ് പറയുന്നത്? ഡയറി പ്രോഡക്ട്സ്, ഫാറ്റ് ഓയിൽസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, സിറിയൽസ്, മീറ്റ്, ഫിഷ്, സീഡ്സ്, സ്വീറ്റനിങ് ഏജൻറ്റ്സ്, സോൾട്ട്, സ്പൈസസ്, ബിവറേജസ്, അതർ ഫുഡ് ഇൻഗ്രീഡിയൻസ്, പ്രൊപ്രേറ്ററി ഫുഡ്സ്, ഇറേഡിയേഷൻ ഓഫ് ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് FSSAI സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ FSSAIയെ പറ്റിയിട്ടുള്ള കുറച്ച് ബേസ് കാര്യങ്ങൾ മാത്രം, ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആക്റ്റും കാര്യങ്ങളുമൊക്കെ അടുത്ത ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങും. കുറേശ്ശെ പഠിച്ചു പോകാം. അപ്പോൾ മാക്സിമം ക്ലാസ് ഫോളോ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്